നടന്നിട്ട് വരാം. പപ്പിക്കുട്ടിക്ക് ഇന്നലെ മുതലേ ആഹാരം ഭയങ്കര പാട്. എന്താണ് കാര്യമെന്നറിയാൻ വയ്യ. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊന്നും ശരിയാവുന്നില്ല. അവൾ എടുക്കുന്നില്ല ആഹാരം. എന്താണെന്നറിയാൻ വയ്യ. ഇനി വേറെ വല്ല പ്രശ്നമാണോ ഒന്നും അറിയാൻ വയ്യ. പിന്നെ ചില ദിവസങ്ങളിൽ അങ്ങനെ തന്നെ. പക്ഷെ 2 ദിവസമൊന്നും അവൾ ആഹാരം എടുക്കാതിരുന്നിട്ടില്ല. എന്താണെന്നറിയാൻ വയ്യ. ഡോക്ടർ ഒരു മരുന്ന് തന്നു. വിരയ്ക്കൊക്കെ കറക്റ്റാണ് കൊടുക്കുന്നതിന്. അപ്പോൾ ഒരു മരുന്ന് തന്ന് കഴിച്ചാൽ നല്ല ക്ഷീണമുണ്ട്. ഒരു ഉഷാറും ഇല്ല ഷട്ടിക്ക്. പിന്നെ നമ്മൾ ഇത്തിരി നടക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. മോളെ പൊന്നു അന്ന് തിന്നല്ലേ അന്ന് തിന്നല്ലേ. നമുക്ക് കയറി പോവാം. ഇച്ചിരി നേരം നടന്നാൽ മതി. നമുക്ക് കയറി പോവാം. അവൾ തറയിൽ നിന്നൊക്കെ ഓരോന്ന് പറക്കി കളയും. തിന്ന് പോവാം. ഇവിടെ വരുന്നു. പോയി കയറി അതൊക്കെ കയറണം. കാലിൻ്റെ ലിഗമെൻറ്റിനും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഈ ഡെയിലി ചവിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. വാ. ഡെയിലി ചവിട്ടി നടക്കുമ്പം ഭയങ്കര പാടാണ് ഷട്ടിക്ക്. വാ, നമുക്കിവിടെ ഇരിക്കാം. ഇച്ചിരി നേരം ഇരിക്കാം. പെടീരിയും തിന്നുന്നില്ല. മറ്റേത് ചിക്കൻ തിന്നാത്തപ്പോൾ പെടീരി തിന്നുമായിരുന്നു. ഇന്നിപ്പോൾ പെടീരിയും തിന്നുന്നില്ല. എന്താണ് കുഴപ്പമെന്നറിയാം. അതുകൊണ്ട് മനസ്സിന് ഭയങ്കര വിഷമം. നമുക്ക് വയ്യാതായ പിന്നെ ഭയങ്കര വിഷമം നമുക്ക്. അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ നല്ല അച്ഛൻ വരാറായതുകൊണ്ട് നല്ല ഉഷാറായിട്ടൊക്കെ ഇരിക്കുന്നതാണ് അല്ലേ പൊന്നു പൊതു ചെന്നു പൊന്നേ മക്കളെ. കാവേ അച്ഛൻ വരുന്നടി. അച്ഛൻ വരുന്നു. അച്ഛൻ എന്തി? അച്ഛൻ വരുന്നു. അച്ഛൻ വരുന്നു പറഞ്ഞാൽ അവൾക്ക് എത്തിയോ പോകുന്നു. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നോക്കിയാൽ അച്ഛൻ്റെ അടുത്താണ് പ്രിയം. കേൾക്കളേ പാവേ അമ്മത്തിൻ്റെ പൊണ്ണുകളേ, അമ്മട്ടിൻ്റെ ടക്കര കുട്ടിയേ. എന്തൊരു വയ്യായിക എന്തോ. വയറ്റിൽ നിന്ന് മോശം പോകണമൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇനി എന്തൊരാണെന്നറിയാൻ വയ്യ. ആവാച്ചി ഇതെന്ത്? അച്ഛന്തോ വരുന്നു. അത്തൻ വന്നേ അത്തെന്തോ വരുന്നു.